കയറുന്തോറും നമുക്ക് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയുണ്ട്. നേരത്തെ 150, അങ്ങനെ സല്ലേരി എത്തുമ്പോൾ റേറ്റ് നന്നായിട്ട് കൂടും. റോഡിലേക്ക് വീഴാൻ സാധ്യതകളുണ്ട് ഈ കല്ലുകൾ. ഒരാട് कितना साल हो गया इधर? 15 साल हो गया. ഗുഡ് മോർണിംഗ് ഇന്റർനെറ്റ്, ഇറ്റ്സ് മീ അസ്ലം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കാഠ്മണ്ഡുവിലാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് സല്ലേരിയിലേക്ക് ഞങ്ങൾ പുറപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ 4 മണിക്കാണ് കാഠ്മണ്ഡുവിൽ നിന്ന് സല്ലേരിക്കുള്ള ബസ് ഉള്ളത്. അപ്പോൾ പുറപ്പെടാൻ നേരം എല്ലാവരും ബാഗെല്ലാം കറക്റ്റായിട്ട് പാക്ക് ചെയ്തു. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിട്ട് നമ്മൾ വെച്ചെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റണില്ല പല കാര്യങ്ങളും. എന്നാലും മാക്സിമം ഒഴിവാക്കി ഡ്രസ്സുകളും മറ്റ് സാധനങ്ങളും മാക്സിമം കുറച്ചിട്ട് ഞങ്ങൾ ഏതായാലും പാക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബാഗ് പാക്ക് ചെയ്തേക്കണം. ഇപ്പോൾ ഇത് ഷൂ ആണ്. ഷൂ ഞാൻ ഇട്ട് പോകണില്ല, ഞാൻ ചെരുപ്പിട്ടാണ് പോണത്. അപ്പോൾ ബസ്സിൽ വെക്കാൻ ഷൂ ഇങ്ങനെ ഒരു കവറിൽ പൊതിഞ്ഞു. മറ്റ് സാധനങ്ങൾ ഇതുപോലെ ഞാൻ ബാഗിലാക്കിയിട്ടുണ്ട് എന്തായാലും. പിന്നെ വേറെ ഒന്നുമില്ല, എല്ലാം നന്നായിട്ട് തന്നെ പാക്ക് ചെയ്തു എന്നുള്ളതാണ് വിശ്വാസം. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സല്ലേരി ചെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള യാത്ര ഇപ്പോൾ ബസ്സിലാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ വരുന്ന വഴിക്ക് പറഞ്ഞുതരാം. ഓക്കെ, ബസ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് ബസ് കിട്ടാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ബസ് കയറാൻ ഞങ്ങൾ 12 പേരാണ് പോണത്. കുറച്ചധികം വെയിറ്റ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റ് ആയിക്കോളും അല്ലേ പൈസ? അപ്പോൾ ആകെ വിജനമുണ്ട് ഇവിടെ. സമയം 3:45 മണിയാണ്. ഇപ്പോൾ നമ്മൾ പോണ ബസ്സാണ് ഇത്. എല്ലാവരും ഇവിടെ കൂടിയിരിക്കണം, അസംബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലഗേജുകളെല്ലാം വെക്കാനുള്ള പരിപാടിയാണ്. ഞാനും വെക്കാൻ പോവുകയാണ്. ഇതാണ് ബസ് കേട്ടോ. ഒരു ചെറിയ ബസ്സാണ്, വലിയ ബസ്സൊന്നുമല്ല, ചെറിയ ബസ്. നമ്മളപ്പോ യാത്ര തുടങ്ങിയേക്കണ കേട്ടാ. ബസ്സിൽ കയറി എല്ലാവരും ഉണ്ട്. അത്ര നല്ല യാത്രയായിരിക്കില്ല എന്നാണ് പറഞ്ഞത്. ഒരു 10 hours ജേണി സല്ലേരിക്കുണ്ട്. അപ്പൊ എന്തായാലും യാത്ര ഏതായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാണുന്നത് പോലെ ഭയങ്കര കോടയാണ്. ഫ്രണ്ടിലേക്ക് കാണാൻ മര്യാദക്ക് പറ്റൂല, എന്നാലും കുഴപ്പമില്ല, നല്ല കോടയാണ്. ഇപ്പോൾ പെട്രോള് അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ്. ഇതാണ് നമ്മളുടെ വണ്ടി. വലിയൊരു വണ്ടിയൊന്നുമല്ല, സാധാരണ ഒരു ലോക്കൽ വണ്ടിയിൽ കയറിയാണ് ഞങ്ങൾ പോണത്. ഞങ്ങളപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയേക്കണ കേട്ടോ. ഇതാണ് ഹോട്ടല്. എൻ്റെ ഏരിയയിലുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരുന്നത്. എങ്ങനെയുണ്ട്? വരണ വഴിക്കൊക്കെ കിട്ടില്ല വ്യൂ ആയിരുന്നു, പൊളി വ്യൂ ആയിരുന്നു എല്ലാം. ഇത് നമ്മളുടെ സുഹൃത്ത് ജംഷിയാണ് കേട്ടോ. ജംഷി ഇന്നലെ ചെറുതായിട്ടൊന്ന് വീണു. അപ്പോൾ ട്രക്കിങ് ഏതായാലും നടത്താൻ തന്നെ തീരുമാനിച്ചേക്കണാണ്. അപ്പോൾ 2 ദിവസം റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ 2 ദിവസം പഠിക്കും അല്ലേ? എന്താണ് കഴിച്ചത്? ഞാൻ പൂരി കഴിച്ചു, മുട്ട കഴിച്ചു, പിന്നെ അതിന്റെ കൂടെ എന്തൊക്കെയോ 2-3 സാധനങ്ങൾ നമ്മൾ കഴിച്ചാണ് കേട്ടാ. പൂരിയാണ്. സമൂസ കഴിച്ചാ? സമൂസ കൊള്ളാം. പിന്നെ ചായം അല്ലേ? പൂരി മുട്ടയും പിന്നെ അത്രേ ഉള്ളൂ. ചായയും കൂടെ 180 രൂപ. ഇതാണ് സംഭവം. നമ്മളുടെ വണ്ടി പുറപ്പെടാൻ സമയമായി. അവരിത്
ടയർ മാറ്റി കഴിച്ച സമയം കൊണ്ട് ഇപ്പൊ പുറപ്പെടാൻ സമയമായി. ഇവിടുത്തെ പട്ടിയുണ്ട കുറച്ച് തടി കൂടിയ ഇനമാണ്. ഇങ്ങോട്ട് കയറും തോറും ഈ പറഞ്ഞ പോലെ നേപ്പാളിലും അതേട്ടാ അത്യാവശ്യം പട്ടിക്ക് നല്ല വലിപ്പമുണ്ട്. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഇടയിൽ ഇവിടെ ബ്ലോക്കുകൾ അത്യാവശ്യം വരും. ഇതേ കണ്ട നല്ല ഒരു ബ്രിഡ്ജ്, നമ്മള് പോണ വഴിക്ക് ഹിലാരി ബ്രിഡ്ജ് എന്നൊക്കെ പറയണ പോലെ ഏകദേശം അതുപോലത്തെ ഒരു ബ്രിഡ്ജ്. അപ്പൊ അവിടെ നല്ല ബ്ലോക്കാണ്. ഇതൊരു വരണ വഴിക്കൊക്കെ നമുക്ക് കാണാം ഇതുപോലത്തെ ഫുള്ള് ഇതുപോലത്തെ ഇങ്ങനെ റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണേ. അത്യാവശ്യം ഫോഴ്സ് ഉണ്ട് കേട്ടോ അതിന്. ഓഫ് റോഡാണ് ഇത്. കറക്റ്റ് വഴിയൊന്നുമില്ല ഇവിടെ. അവിടെ നിന്ന് ഒരു ജീപ്പും ഒരു ബൈക്കും പോണണ്ട. ഓഫ് റോഡ് തന്നെയാണ് മൊത്തം. അവിടെ നിന്ന് ലോറിയൊക്കെ ഇറങ്ങി വരണുണ്ട്. ഒരു ലോറി ഇറങ്ങി വരണണ്ട. അവിടെ ഒരു ഷെഡ് കെട്ടിയിട്ട് പഴം വിൽക്കണുണ്ട്. അവിടെ കാണുന്നുണ്ടോന്നറിയില്ല. അവിടെ പഴം വിൽക്കാണ്. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വേ ആണ് കേട്ടോ. ഒന്നും ചെയ്യാൻ കഴിയില്ല ആർക്കും. പല വഴിക്കാണ് വരണത്. അത്യാവശ്യം ഒഴുക്കുണ്ട്. അതായത് വെള്ളം മാറി ഒഴുകണാണ്. അതാണ് പ്രശ്നം. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. വണ്ടി പോകുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. അവിടുന്ന് കേട്ടോ വന്ന ആ ജീപ്പ് പറഞ്ഞ പോലെയാണ് വന്നത്. ഭയങ്കര ഒരു ഓഫ് റോഡിങ് ആണ്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കയറ്റവും. ഇത് നല്ല എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ് എന്തായാലും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയേക്കണം കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഉള്ളേരിയയിലേക്ക് വന്നിട്ട് ഭയങ്കര ഓഫ് റോഡിങ് ആയിരുന്നു കേട്ടോ. അത് അടിപൊളി. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം നല്ല റോഡാണ്. അത് കഴിഞ്ഞ് വളരെ മോശം ഓഫ് റോഡ്. പിന്നെ അത് കഴിഞ്ഞാൽ റോഡില്ല, പക്ഷേ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, മണ്ണിട്ട റോഡ്. അങ്ങനെ പലതരം വഴി കൂടെയാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഈ സല്ലേരിയിലേക്കുള്ള റൂട്ട് മൊത്തം ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സെറ്റപ്പാണ്. ഭക്ഷണം കഴിക്കുക എന്താ ഉള്ളത് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതാണ് ഹോട്ടൽ കേട്ടോ.
ഒരു ചെറിയ ഹോട്ടൽ എന്ന് പറയാനൊന്നും പറ്റൂല. ഭക്ഷണമൊക്കെ കഴിച്ചു. ചാവലാണ് കഴിച്ചത്. ചാവലിന് 200 നേപ്പാളി മണി. കയറുന്തോറും നമുക്ക് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയുണ്ട്. നേരത്തെ 150, അങ്ങനെ സല്ലേരി എത്തുമ്പോൾ റേറ്റ് നന്നായിട്ട് കൂടും. അത് പോകാനുള്ള സമയമായി. ഡ്രൈവർ വിളിച്ചുകൊണ്ടിരിക്കുകയുണ്ട് നമ്മളെ. അപ്പോൾ പോകാൻ പോയപ്പോൾ എനിക്ക് തോന്നുന്നത് ടയർ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. എന്താ കുഴപ്പം? വെറുതെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ഇതൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അതായത് കുറച്ചും കൂടെ ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്നാണ് പറയണത്. आपका नाम? किधर का है? इधर का ही? हाँ. ये देश का नाम क्या है? ये इधर का? आगापुरेश. आर्कापुर. ഇതാണ് കേട്ടോ നമ്മളുടെ ഡ്രൈവർ. മൂപ്പരാണ്, കാണാൻ നല്ല ലുക്കാണ്. മൂപ്പരാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചത്. ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവറാണ് ആള്. ഇപ്പൊ ഏകദേശം സമയം 3 മണി കഴിഞ്ഞു. അപ്പോൾ മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അതിന്റെ കോടയാണ് ഈ വന്നേക്കണത്. ഒന്നും കാണുന്നില്ല. നമ്മളപ്പോ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടേക്കണ കേട്ടാ. അപ്പൊ കുറച്ച് കോട ഉണ്ടായി. ഇപ്പൊ അതൊക്കെ പോയി. എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കണാണ്. കോട അത്യാവശ്യം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പോയി. എല്ലാവരും ഫോട്ടോ എടുക്കണാണ്. കണ്ട, ഫുള്ള് കോടയായിരുന്നു. പക്ഷെ അത് പോയി, പെട്ടെന്ന് പോയി. ഇവിടെ നിന്ന് ചായ കുടിച്ചിരുന്നു. ഞാൻ ബ്ലാക്ക് ടീയാണ് കുടിച്ചത്. മറ്റേ ബാക്കി എല്ലാവരും ബ്ലാക്ക് ടീക്ക് 20 നേപ്പാളി മണി. ഇതൊരു ചെറിയൊരു കഫേ സെറ്റപ്പാണ്. ബ്രോ നമ്മുടെ കൂടെ ഉള്ളവരാണ്ടാ. ഹായ്, നമസ്തേ. ഇത് നമ്മളുടെ ഡ്രൈവറാണ് കേട്ടാ. മൂപ്പരാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. നാം ക്യാ ഹൈ ആപ്കാ? मेरा नाम विमल है. विमल आपका घर मेरा घर उधर है. काठमांडू. कितना साल हो गया इधर? 15 साल हो गया. 15 साल हो गया. ഓ ബാപ്രേ. ഓക്കെ, ടീക്ക്. അത് ഭയങ്കര, അതായത് എന്താ പറയാ, ആ ജേണി ഒന്നും മറക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് ആയിരുന്നു മൂപ്പര്. കുറെ ഓഫ് റോഡ്, നല്ല റോഡുകളും ഉണ്ടായി, ഓഫ് റോഡും ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് മൂപ്പര് നമുക്ക് തന്നത്. ഇപ്പോൾ മൂപ്പര് പല സ്ഥലങ്ങളിൽ നിർത്തി ഫോട്ടോ എടുക്കാനും ഒക്കെ അനുഭവിച്ചിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കിപ്പോൾ പോകാൻ സമയമായി. എന്തായാലും ഞങ്ങൾ മൂവ് ചെയ്യണതാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോകാനേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഹാഫ് ആൻ അവർ ഉള്ളൂ എന്ന് തോന്നണം യാത്ര. ഇതിൽ കൂടെ വീഴാൻ, ഉരുണ്ട് റോഡിലേക്ക് വീഴാൻ സാധ്യതകളുണ്ട് ഈ കല്ലുകൾ. കണ്ടോ? നമ്മളെത്താറായി, ഏകദേശം എത്താറായി. കുറച്ച് പ്രയാസമാണ് ഈ റൂട്ട്. അവന് ആടിനെ ഓടിച്ച, അല്ലെങ്കിൽ ആട് കയറും. കുറച്ച് പ്രയാസമാണ് ഈ ഏരിയ. ഫുൾ ഓഫ് റോഡാണ്. ഒരാട് ഏരിയ കുറച്ച് പ്രയാസമാണ്. ആടുകള് വഴിമുടക്കി നിൽക്കുന്നതാണ്. വീണ്ടും ആടുകള് സെന്ററിലേക്ക് വന്നു. രക്ഷയില്ല.
ഇവിടെ അറ്റ് എ ടൈം ഒരു വണ്ടിക്കേ പോകാൻ കഴിയുള്ളൂ. ഇവിടെയൊക്കെ ഈ സൈഡിലാക്കിയിട്ട് ഉണ്ടാ അതൊക്കെ ബാക്കിൽ പോയാണ്. ഒരു വണ്ടിക്ക് അത്രയും ചെറിയ റോഡാണിത്. നമുക്ക് 2 വണ്ടിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് ബാക്കിലേക്ക് പോയേ പറ്റൂ. അത് അങ്ങോട്ട് കയറ്റമാണെങ്കിൽ കൂടെ വേറെ വഴിയില്ല. ആ വണ്ടിക്ക് ബാക്ക് എടുത്തേ പറ്റൂ. അയ്യോ, അപ്പൊ ഞങ്ങള് സല്ലേരിയിലെത്തി കേട്ടോ. സല്ലേരിയിലെത്തി. ഇനി എത്രയുണ്ട്? ഇവിടുന്ന് 55 കിലോമീറ്റർ ഓഫ് റോഡ്. അതല്ല, സല്ലേരിയിൽ ഇപ്പൊ നമ്മളുടെ റൂമിലേക്ക് അധികം ഇല്ലല്ലോ. 1 കിലോമീറ്റർ ഉള്ളു റൂമിലേക്ക്. സോളു എന്നാണ് നേപ്പാളികൾ ഇതിനെ സോളു എന്നാണ് പറയണത്. നമ്മള് സല്ലേരി എന്നാണ് പറയണത്. യഥാർത്ഥത്തിൽ സല്ലേരി എന്നാണ്, പക്ഷെ സോളു അങ്ങനെയുണ്ട്. അപ്പൊ ഞങ്ങളിത് സല്ലേരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയൊരു ഗ്രാമം പോലെയാണ് ഫീൽ ചെയ്യണത്. സല്ലേരി എത്തിക്കൊണ്ടിരിക്കണേ. റൂം എത്തിയട്ടോ ഏകദേശം. ഞങ്ങള് ഇറങ്ങട്ടെ. ലഗേജുകള് ഇറക്കാൻ പോവുകയാണ് അല്ലേ മിസ്റ്റർ ഹാത്തിം? എൻ്റെ കൈ വിറക്കണ്. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. കൈക്ക് ചൂടുള്ളൂ, ഉള്ളിൽ നല്ല തണുപ്പുണ്ട്. ജംഷീദ് ഭായിയുടെ നമ്മുടെ കാലൊന്ന് സ്ലിപ്പായതാണ്. അപ്പോൾ മൂപ്പര് എന്തായാലും വരും എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത്. പിന്നെ ബാക്കി 2 പേര്, ഒരാൾ ആലുവക്കാരനാണ്. പലരും പല സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ടൊക്കെയാണ് പരിചയപ്പെടുന്നത്. കണ്ടില്ലേ, ഇത് പ്രകാശ് ഭായിനെ പിന്നെ എല്ലാവർക്കും അറിയാം. നമ്മള് ട്രെയിനിൽ വെച്ചിട്ടൊക്കെ മീറ്റ് ചെയ്തിരുന്നു. അതെ കാരണവര്, അങ്ങനെയും പറയാം. അപ്പൊ ഞങ്ങള് റൂമിന്റെ അടുത്തെത്തി. എന്തായാലും നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ മരവിച്ചിരിക്കണാണ്. നല്ല തണുപ്പുണ്ട്. ജാക്കറ്റൊന്നും ഇല്ല. ജാക്കറ്റൊക്കെ നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലാണ്. ഇത്രയും തണുപ്പ് പ്രതീക്ഷയില്ല. പ്രതീക്ഷ കാണും. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടല്, ലക്ഷ്മി ഹോട്ടൽ ആൻഡ് ലോഡ്ജ്. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഞങ്ങള് റൂം എടുത്തു. റൂം ഡോർമെട്രിയാണ്. 2 റൂമായിട്ടാണ് എടുത്തത്. ഒരു റൂമിൽ 8 പേരുടെ ബെഡാണുള്ളത്. വേറെ റൂമിൽ 4 പേരുടെ ബെഡാണുള്ളത്. ഞങ്ങൾ ടോട്ടൽ ഇപ്പോൾ 12 പേരുണ്ട്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോഴാണ് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടം വരെ എത്തണതിന് ഏകദേശം ഒരു 10.5 മണിക്കൂറോളം പിടിച്ചു. കാരണം ടോട്ടൽ 12 മണിക്കൂർ പിടിച്ചു. പിന്നെ അതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയ വക ഒരു 1.5 മണിക്കൂർ അങ്ങനെ പോയി. അപ്പോൾ അല്ലെങ്കിൽ 12 മണിക്കൂർ ടോട്ടൽ പിടിച്ചു എന്ന് തന്നെ കരുതാം. നല്ല തണുപ്പുണ്ട്, പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ തണുപ്പ്, ഞാൻ കുളിച്ചപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലൊരു അധികം അങ്ങാട്ട് തണുപ്പ് കുറച്ച് നേരത്തേക്ക് ഏശില്ല. അപ്പോൾ കുഴപ്പമുണ്ടായില്ല. ഞാൻ കുളിച്ചു. പക്ഷേ ഡ്രസ്സൊക്കെ അത് തന്നെ ഇടാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ 3 ജോഡി ഡ്രസ്സായിട്ടാണ് പോണത്. അപ്പോൾ ഇനി 2 ജോഡിയും കൂടെ ഉള്ളൂ. ടോട്ടൽ 14 ദിവസത്തെ ട്രക്കിംഗ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഏതായാലും ഇങ്ങനെ തന്നെ പോകാനേ കഴിയുള്ളൂ. മറ്റ് അങ്ങോട്ട് മുകളിലേക്ക് കയറുന്തോറും നമുക്ക് കുളിക്കാനൊന്നും കഴിയില്ല. ഇവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം സാധാരണ ഇവിടെ കിട്ടുന്നത് തന്നെ ചാവല്, അത് ചോറ് തന്നെയാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങോട്ട് കയറിയാൽ ചോറ്, ദാല് അല്ലെങ്കിൽ പയറ് കറി ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഒരു അച്ചാറുണ്ട്. നമുക്ക് ഭക്ഷണം കുറേയൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നൂഡിൽസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പാക്കറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇൻ കേസ് നമുക്ക് പോണ പോക്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് യൂസ് ചെയ്യും. എല്ലാവരും ഇതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇതാണ് കണ്ടോ, തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ. വരുന്ന വഴിയിൽ നല്ല വ്യൂസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതായത് സല്ലേരിയിലേക്ക്, കാഠ്മണ്ഡുവിൽ നിന്ന് സല്ലേരിക്കുള്ള ഈ 12 മണിക്കൂർ യാത്രയിൽ കാണാൻ ഭംഗിയുള്ള കുറേ വീഡിയോസും ഫോട്ടോസും ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളത്തെ പോക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് ട്രാവല്, അത് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ മറക്കാതെ കാണുക. താങ്ക് യു സോ മച്ച്.